വടകരക്കാർ കെ ശൈലജയെ തോൽപ്പിച്ചത് മുഖ്യമന്ത്രിയാക്കാൻ. ശൈലജയെ വളരെയധികം പ്രശംസിക്കുകയാണ് സഖാക്കന്മാർ തന്നെ. ശൈലജയെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണ്: CPM-ലുള്ള ഒരു സഖാവിൻ്റെ മുഖത്ത് പുഞ്ചിരി സ്വന്തമായി കാണാറില്ല. അങ്ങനെ കാണാത്ത പുഞ്ചിരി സ്വന്തമായുള്ള കെ ശൈലജയെ വടകരയിലെ ജനങ്ങൾ മനഃപൂർവ്വം തന്നെയാണ് ജയിപ്പിക്കാത്തത്. ഒരു മൂന്നാം വരവ് LDF-നുണ്ടായാൽ കണ്ടുമടുത്ത പിണറായിയുടെ മുഖമൊന്ന് മാറിക്കിട്ടണം എന്ന ഒരു പ്രാർത്ഥന കൂടിയാകാം ശൈലജയുടെ തോൽവി. ഭാവിയിൽ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന പരാമർശവുമായി CPM സംസ്ഥാന സമിതിയിൽ P ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദയനീയ പരാജയം ഏൽക്കേണ്ടി വന്നതിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ പരാമർശം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ വിമർശനങ്ങൾ ഉണ്ടായി. വടകരയിലെ ജനങ്ങൾക്കും ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അങ്ങനെയാണെങ്കിൽ ശൈലജയെ ദില്ലിയിലേക്ക് ഞങ്ങൾ അയക്കില്ല എന്ന് വടകരക്കാർ തീരുമാനമെടുത്തു. സംസ്ഥാനത്ത് തന്നെ ശൈലജയെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ്. ഇങ്ങനെയായിരുന്നു ജയരാജന്റെ വിലയിരുത്തലുകൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി LDF ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടില്ല, അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു രീതി CPM-ന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നേരത്തെ അതുപോലെയുള്ള കാൻഡിഡേറ്റ്സുകൾ, അതായത് ഗൗരിയമ്മ, VS അച്യുതാനന്ദൻ, അത്തരത്തിലുള്ളവരുടെ പേരുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്ന ഘട്ടങ്ങളുണ്ടായി. അപ്പോഴെല്ലാം അതിനെ നിരാകരിച്ച് തള്ളിപ്പറയുന്ന ഒരു രീതിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് പലപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം. കെ ശൈലജയെ ഭാവിയിൽ മുഖ്യമന്ത്രി ആക്കണമെന്ന് നേരത്തെ തന്നെ അണികളിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരെ നിർണയിച്ചപ്പോൾ കെ ശൈലജയെ മാറ്റി നിർത്തിയത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഉൾപ്പെടെ കാര്യമായ പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ നല്ല രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കെ ശൈലജയ്ക്കായിട്ടുണ്ട്. ചുരുങ്ങിയ നാളുകൊണ്ട് മികച്ച മന്ത്രി എന്ന പേര് നേടിയെടുക്കാൻ സാധിച്ചു. ഇതിനെല്ലാം ഉപരിയായി CPM-ൽ അപൂർവമായി ചിരിക്കുന്ന ഒരു മുഖത്തിന് ഉടമ കൂടിയാണ് അവർ. ആർക്കെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരോടൊരു സ്നേഹം തോന്നുന്ന അത്തരത്തിലൊരു മുഖഭാവം തന്നെയാണ് കെ ശൈലജയ്ക്ക്. വടകരയിലെ ജനങ്ങൾക്കും ശൈലജ മുഖ്യമന്ത്രിയെ കാണണം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ശൈലജയെ ഒതുക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ മത്സരിപ്പിച്ച് ദില്ലിയിലേക്ക് അയക്കുന്നത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അവർ ദില്ലിയിലേക്ക് ശൈലജയെ അയച്ചില്ല. വടകരയിൽ തന്നെ നിർത്തണം, സംസ്ഥാനത്ത് തന്നെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ശൈലജ തോൽക്കാൻ കാരണമായത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയും സമീപനവും മാറണമെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ CPM നേതാക്കൾ പറഞ്ഞിരുന്നു. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ല, അത് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നു എന്നും വിലയിരുത്തലുണ്ടായി. മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എതിർപ്പിന് കാരണമായി. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായും വിലയിരുത്തലുകൾ ഉണ്ടായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അതുപോലെ മട്ടന്നൂർ MLA, 2016 മുതൽ 2021 വരെ 14-ാം നിയമസഭയിലെ കേരളത്തിന്റെ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി. ഈ നിലയിലൊക്കെ പ്രശസ്തിയായ കെ ശൈലജ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മീറ്റിംഗിൽ താരമായി ഉയർന്നു നിന്നത്. എന്തായാലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം മികവ് ലോകശ്രദ്ധ വരെ പിടിച്ചുപറ്റിയ ഒന്നാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് 2021 മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ശൈലജ വിജയിച്ചത്. എന്തായാലും കെ ശൈലജ ടീച്ചറിനെ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ കേരളത്തിൽ നിർത്തിയിട്ടുണ്ട് എങ്കിൽ, ഇനി അഥവാ നെക്സ്റ്റ് ടേം LDF-ന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആശ്വസിക്കാം. നല്ല കഴിവും മികവുമുള്ള ഒരല്പം മനുഷ്യപ്പറ്റുള്ള മുഖത്ത് ചിരിയുള്ള കെ ശൈലജ തന്നെ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയായി വരും എന്ന് നമുക്കൊന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. എന്തായാലും കെ ശൈലജ തോറ്റത് നന്നായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിലയിരുത്തലിന് ശേഷം, ജയരാജന്റെ ഈ ഒരു വിലയിരുത്തലിന് ശേഷം കേരള സമൂഹവും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.